ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. സുഖം എല്ലാവർക്കും. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു കിടിലൻ ആക്ഷൻ ത്രില്ലർ സിനിമയുടെ കഥയാണ്. ദ ടേക്കിംഗ് ഓഫ് പെൽഹാം 123 എന്നാണ് ഈ സിനിമയുടെ പേര്. ഇതിലെ ഹീറോ നമ്മുടെ ഡെൻസൽ വാഷിംഗ്ടൺ ആണ്. ഒരു സബ്വേ ട്രെയിൻ ഹൈജാക്ക് ചെയ്യുന്ന സിനിമയാണത്. ഇഷ്ടപ്പെടും, കണ്ടു നോക്കൂ. ഈ കഥ നടക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയിലാണ്. ആദ്യം കാണിക്കുന്നത് കുറച്ച് ആൾക്കാർ അവിടുത്തെ സബ്വേ സ്റ്റേഷനിലേക്ക് വരുന്നതാണ്. ഇവന്മാരെ കണ്ടിട്ട് തന്നെ ഒരു വശപ്പിശക ലുക്കൊക്കെ ഉണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഈ സബ്വേ സ്റ്റേഷന്റെ കൺട്രോൾ റൂമാണ്. ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസറാണ് വാൾട്ടർ ഗാർബർ. ഇദ്ദേഹമാണ് നമ്മുടെ നായകൻ. ഇദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഡെസിഗ്നേഷൻ ഒരു ട്രെയിൻ ഡിസ്പാച്ചറാണ്. അതായത് ട്രെയിൻ എവിടേക്ക് നിർത്തണം, എങ്ങോട്ടൊക്കെ പോകണം എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആള്. അങ്ങനെ പതിവ് പോലെ തന്നെ ഗാർബർ ഇന്നും അദ്ദേഹത്തിന്റെ ഡ്യൂട്ടിയിലാണ്. ഈ സമയത്താണ് ഗാർബറിന്റെ അടുത്തേക്ക് അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫ് വരുന്നത്. അവരിങ്ങനെ ഒന്നും രണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ സംസാരമൊക്കെ അപ്പുറത്തെ ക്യാബിനിൽ ഇരുന്നിട്ട് ഇവരുടെ ചീഫ് ശ്രദ്ധിക്കുന്നുണ്ട്. ഇയാളുടെ പേര് ജോൺ ജോൺസൺ എന്നാണ്. ഇയാൾക്ക് ഈ ഗാർബറിന്റെ അടുത്തൊരു ഇഷ്ടക്കേടുണ്ട്. അതുകൊണ്ട് ഏത് സമയം ഈ ഗാർബറിനെ വാച്ച് ചെയ്യലാണ് ഇയാളുടെ ഡ്യൂട്ടി. ആ ഇഷ്ടക്കേട് ഉണ്ടാവാൻ ഒരു കാരണമുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. ഇതേ സമയം തന്നെ ആ സബ്വേ സ്റ്റേഷനിലേക്ക് വന്ന ആ 4-5 ആൾക്കാരുണ്ടല്ലോ, അവന്മാർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തോ ഒരു ഉടായ്പ പ്ലാൻ ചെയ്തിട്ടാണ് അവന്മാരെല്ലാവരും ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അത് അവന്മാരുടെ പ്രവൃത്തികളിൽ നിന്നും വ്യക്തമാണ്. അങ്ങനെ 1-2 ട്രെയിനൊക്കെ അതിലെ പാസ് ചെയ്തു. പക്ഷെ ആ ട്രെയിനിലൊന്നും ഇവന്മാർ കയറുന്നില്ല. അവന്മാർ പർട്ടിക്കുലർ ആയിട്ടുള്ള ഏതൊരു ട്രെയിൻ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പം ഒരു ട്രെയിൻ അങ്ങോട്ട് വന്നു. ഈ ട്രെയിനിന്റെ പേര് പെൽഹാം 123 എന്നാണ്. ആ ട്രെയിനായിരുന്നു ഇവന്മാർ കാത്തു നിന്നത്. ആ ട്രെയിൻ അവിടെ വന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവരും അതിനകത്തേക്ക് കയറി. ഇവന്മാർ കയറുന്നതിന് മുമ്പ് തന്നെ ഇവന്മാരുടെ കൂട്ടത്തിലുള്ള വേറെയും 2-3 പേര് ആ ട്രെയിനിന്റെ അകത്ത് തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ട്രെയിൻ ഇപ്പൊ അടുത്ത സ്റ്റേഷനിലെത്തി. ഇവിടെയാണ് ഇവന്മാരുടെ ലീഡർ നിൽക്കുന്നത്, ഈ കണ്ണാടിക്കാരൻ. അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിനിന്റെ ലോക്കോ പൈലറ്റിന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അയാളുടെ നേർക്ക് തോക്കിയുണ്ടാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആ ലോക്കോ ക്യാബിന് തുറക്കാനാണ് ഈ ലീഡർ പറയുന്നത്. അയാളാണെങ്കിൽ പേടിച്ചിട്ട് ആ ക്യാബിന് തുറക്കുകയും ചെയ്തു. ഈ സമയം ഈ വില്ലന്മാരുടെ കൂട്ടത്തിലെ ഒരുത്തൻ ട്രെയിനിന്റെ അകത്ത് നിൽക്കുന്നുണ്ട്. ഇയാളുടെ പേര് റാമോസ് എന്നാണ്. അയാൾ ആ വാതിൽ തുറന്നു കൊടുത്തപ്പം റാമോസ് ഉടനെ തന്നെ ലോക്കോ റൂമിലേക്ക് കയറാണ്. മാത്രമല്ല കയറിയപ്പോ തന്നെ ആ റാമോസ് അവൻ ഇടിച്ചു വീഴ്ത്തുകയും ചെയ്തു. ഈ സമയം ഇവന്മാരുടെ ലീഡറും ആ ലോക്കോ റൂമിലേക്ക് കയറി. ഇനിയിപ്പോ ഇവന്മാരാണ് ആ ട്രെയിൻ കൺട്രോൾ ചെയ്യാൻ പോകുന്നത്. ഇതേ സമയം തന്നെ ആ ട്രെയിനിന്റെ വേറൊരു ഭാഗത്ത് നിൽക്കുന്ന ഒരുത്തൻ അവിടുത്തെ ടിടിനെ പിടിച്ചു. ഇവന്റെ പേര് ബ്ലൂ എന്നാണ്. ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ അങ്ങോട്ട് കേട്ടാൽ മതി എന്നാണ് അയാൾ ആ ടിടിയുടെ അടുത്ത് പറയുന്നത്. ഈ ട്രെയിനിലെ ടിടി ഒരു ലേഡിയാണ്. അങ്ങനെ വന്ന കാര്യം മുഴുവൻ സെറ്റ് ചെയ്തതിനു ശേഷം അവർ ആ ട്രെയിനും ഹൈജാക്ക് ചെയ്തിട്ട് അവിടുന്ന് പോവാണ്. റാമോസ് എന്ന് പറയുന്നവനാണ് ആ ട്രെയിന് ഓടിക്കുന്നത്. എന്നാൽ ഇതൊന്നും കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആരും അറിഞ്ഞിട്ടില്ല. അവരിപ്പോഴും സാധാരണ പോലെ തന്നെ അവരുടെ ജോലിയിലാണ്. ഇതേ സമയം തന്നെ ആ ട്രെയിനകത്ത് ഇരിക്കുന്ന ഒരു പാസഞ്ചർ, ഒരു പയ്യൻ, അവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് ലാപ്ടോപ്പിൽ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ പയ്യന്റെ പേരാണ് ജോർജ്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇന്റർനെറ്റ് കട്ടാവുന്നത്. ഇപ്പൊ അവന് അവളുടെ അടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇതേ സമയം തന്നെ ആ ബ്ലൂ ആണെങ്കിൽ ആ ടിടിനെയും കൊണ്ട് ട്രെയിനിന് നേരെ മുന്നിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറെ പോയി ആ ട്രെയിൻ ഇപ്പം ഒരു ടണലിന്റെ അകത്ത് നിർത്തി. ഈ സമയം ട്രെയിനിന്റെ ലോക്കർ റൂമിലായിട്ട് 3 പേരാണ് ഇരിക്കുന്നത്. അതിൽ 2 പേര് വില്ലന്മാര്. ഇടതുഭാഗത്ത് ഏറ്റവും തറ്റത്തിരിക്കുന്നവനാണ് ഈ ട്രെയിനിന്റെ മെയിൻ ഡ്രൈവർ. ഇയാളുടെ പേര് ജെറി എന്നാണ്. അങ്ങനെ ട്രെയിൻ നിർത്തിയതിനു ശേഷം റാമോസ് ഇപ്പൊ ആ ജെറിയുടെ അടുത്ത് നിന്നും ആ ട്രെയിനിന്റെ കീ മേടിക്കുകയാണ്. അതിനുശേഷം അയാൾ ആ ലോക്കർ റൂമിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. ഈ സമയത്താണ് കൺട്രോൾ റൂമിൽ നിന്ന് ഗാർബർ നോക്കുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. പെൽഹാം 123 ഇപ്പൊ സ്റ്റോപ്പ് ആയിട്ടുണ്ട്. പച്ച കത്തിയിട്ട് അത് മൂവ് ആവത്ത് കാണുമ്പോൾ അയാൾ ഉടനെ തന്നെ ആ ട്രെയിനിലേക്ക് വിളിച്ചു. നിങ്ങൾ എന്തിനാണ് അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്? പച്ചയാണല്ലോ, ഇപ്പം വേഗം ട്രെയിൻ എടുക്ക് എന്നാണ് ഗാർബർ പറയുന്നത്. ഇതെല്ലാം ലോക്കർ റൂമിനകത്ത് നിന്നും ആ ജെറിയും വില്ലന്മാരുടെ ലീഡറും കേൾക്കുന്നുണ്ട്. എന്നാൽ ലീഡർ ഇപ്പൊ ജെറിയുടെ അടുത്ത് പറയുന്നത് അതിന് മറുപടി കൊടുക്കണ്ടെന്നാണ്. ഈ ലീഡറുടെ പേര് റൈഡർ എന്നാണ്. എന്നാൽ അത് ഇയാളുടെ യഥാർത്ഥ പേരല്ല. ഇതേ സമയം തന്നെ ആ റാമോസ് ആണെങ്കിൽ നേരെ പോകുന്ന ആ ടിടിയുടെ അടുത്തേക്കാണ്. എന്റെ അവരുടെ കയ്യിൽ നിന്നും ഒരു ബഞ്ച് ഓഫ് കീസും കൂടെ മേടിക്കുകയാണ്. അതിനുശേഷം അയാൾ അവിടെയുള്ള ഒരു ചാമ്പർ തുറന്നു. ഇയാളിപ്പോ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റൈഡർ ഇരിക്കുന്ന ഫ്രണ്ട് ബോഗി ഉണ്ടല്ലോ, ആ ഒരു ബോഗി മാത്രം അവിടെ നിർത്തിയിട്ട് അതിന്റെ പുറകുഭാഗത്തുള്ള മുഴുവൻ ബോഗിയും അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്യാണ്. അതിനെ തുടർന്ന് പുറകുഭാഗം മൊത്തം റിവേഴ്സ് പോകാൻ തുടങ്ങി. ഇതെല്ലാം കാണുമ്പോൾ പാസഞ്ചേഴ്സിനൊക്കെ ഡൗട്ടായി. ഇതെന്താണ് പുറകിലേക്ക് പോകുന്നത് എന്നൊക്കെ അവർ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി. ഇതൊരു ഹൈജാക്ക് ആണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടില്ല. ഈ സമയം അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഗാർബറും ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷെ അയാൾ എത്ര വിളിച്ചിട്ടും ആ ട്രെയിനിൽ നിന്നും റിപ്ലൈ കിട്ടുന്നില്ല. മാത്രമല്ല ഈ സമയം കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന എല്ലാവർക്കും ആ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അവരും ശരിക്കും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ റാമോസ് ആണെങ്കിൽ ആ പുറകുഭാഗത്തെ ബോഗിയുള്ള ട്രെയിൻ ഇങ്ങനെ പുറകിലേക്ക് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് കാര്യങ്ങൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പോലീസുകാരൻ അവരുടെ അടുത്തേക്ക് വരുന്നത്. അയാൾ വന്ന ഉടനെ തന്നെ ഞാൻ പോലീസാണെന്നും പറഞ്ഞിട്ട് അയാളുടെ ID കാണിച്ചു. എന്നാൽ അത് കണ്ടതും ആ ബ്ലൂ അയാൾക്ക് നേരെ ഷൂട്ട് ചെയ്യാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ ബ്ലൂ അയാളെ കൊന്നു കളഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും റാമോസ് ആണെങ്കിൽ ആ ട്രെയിൻ അവിടെ പിടിച്ചു നിർത്തുകയും ചെയ്തു. ആൾക്കാരാണെങ്കിൽ ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. ഈ സമയം ട്രെയിനിൽ നിന്ന് വെടിശബ്ദം വന്നല്ലോ, അതിപ്പോ അവിടെ സ്റ്റോപ്പായി കിടക്കുന്ന ബോഗിയിലെ ആൾക്കാരും കേൾക്കുന്നുണ്ട്. അവിടെ നിൽക്കുന്ന വില്ലന്മാരിൽ ഒരുത്തൻ അയാളുടെ കയ്യിൽ നിന്ന് തോക്കെടുക്കുകയാണ്. എന്നിട്ട് അയാൾ മുകളിലേക്ക് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. ആ ബോഗിക്കകത്തും കുറച്ച് പാസഞ്ചേഴ്സ് ഉണ്ട്. അയാളിപ്പോ തോക്കെടുത്ത് കാണുമ്പോൾ അവരെല്ലാവരും പേടിച്ച് താഴേക്ക് ഇരിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ആ വെടിശബ്ദം കേട്ടല്ലോ, അത് പുറത്തുനിന്നുള്ള ആൾക്കാർ കേട്ടിട്ട് അവരിപ്പോ കൺട്രോൾ റൂമിലേക്ക് വിളിച്ചറിയിച്ചു. അത് കേട്ട് ഗാർബറും ടീമും ശരിക്കും ടെൻഷനിലിരിക്കുകയാണ്.
ഈ സമയം ആ റാമോസും വല്ലാത്തൊരു ടെൻഷനിലാണ്. കാരണം ഇതുവരെ അവർ പ്ലാൻ ചെയ്ത് അതേപോലെ തന്നെയാണ് കാര്യങ്ങൾ നടന്നത്. എന്നാൽ തീരെ പ്രതീക്ഷിക്കാതെയാണ് ആ പോലീസുകാരൻ അവരുടെ അടുത്തേക്ക് വന്നതും പിന്നെ വെടിവെക്കേണ്ടി വന്നു. ഇപ്പൊ ആ പോലീസുകാരൻ മരിക്കുകയും ചെയ്തു. ഇതുകൊണ്ടൊക്കെ തന്നെ അയാൾ വല്ലാത്തൊരു ടെൻഷനിലാണ്. അവരുടെ ഇന്നത്തെ പരിപാടി എങ്ങാനും പാളിപ്പോവോ എന്ന് ആലോചിച്ചിട്ടാണ് അയാൾക്ക് ഇത്രയും ടെൻഷൻ. ഇതേസമയം തന്നെ ആ റൈഡർ ആണെങ്കിൽ ലോക്കർ റൂമിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് അയാൾ ഇരിക്കുന്ന ആ ബോഗിയിലെ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. ആ പാസഞ്ചേഴ്സ് എല്ലാം പേടിച്ച് അവിടെ താഴെ പതുങ്ങിയിരിക്കുകയാണല്ലോ. അയാളിപ്പോൾ അയാളുടെ തോക്കെടുത്തിട്ട് എല്ലാവരുടെ അടുത്ത് എഴുന്നേക്കാൻ പറയാണ്. അങ്ങനെ ആ പാസഞ്ചേഴ്സ് ഒക്കെ അവിടെ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങി. അതിനിടയിൽ ആ ജോർജ് ഉണ്ടല്ലോ, ആ ലാപ്ടോപ്പ് പിടിച്ച പയ്യൻ, അവന്റെ കയ്യിൽ നിന്നും ആ ലാപ്ടോപ്പ് താഴേക്ക് തെറിച്ചു വീണു. പക്ഷെ ആ ലാപ്ടോപ്പ് ഇതുവരെയായിട്ട് ഓഫ് ആയിട്ടില്ല. ഇന്റർനെറ്റ് ഇപ്പോഴും കട്ടായിട്ട് തന്നെ നടക്കാണ്. അങ്ങനെ റൈഡർ ഇപ്പം ആ ബോഗിയുടെ ഏറ്റവും പുറകിലേക്ക് വന്നു. എന്നിട്ട് അയാൾ വയർലെസ് എടുത്തിട്ട് ആ റാമോസിനെ വിളിക്കുകയാണ്. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചത് എന്നാണ് റൈഡർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ആ പോലീസുകാരൻ വന്ന കാര്യവും ബ്ലൂ അയാളെ ഷൂട്ട് ചെയ്ത കാര്യമാണ് റാമോസ് ഇപ്പോൾ റൈഡറിന്റെ അടുത്ത് പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഓക്കെ കഴിഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, അവിടുത്തെ ടിടിയുടെ അടുത്ത് ആ വയർലെസ് കൊടുക്ക് എന്നാണ് റൈഡർ പറയുന്നത്. അങ്ങനെ ടിടിക്ക് വയർലെസ് കൊടുത്തതിന് ശേഷം റൈഡർ കാര്യങ്ങളൊക്കെ ആ ടിടിയുടെ അടുത്ത് പറയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു കാര്യം ചെയ്യ്, അതിനകത്തുള്ള പാസഞ്ചേഴ്സിനെയും കൊണ്ട് നിങ്ങൾ വേഗം തന്നെ ആ ട്രെയിനിൽ നിന്ന് ഇറങ്ങി പോകാൻ നോക്ക് എന്നാണ് റൈഡർ പറയുന്നത്. അതിനെ തുടർന്ന് ടി വേഗം തന്നെ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഈ സമയമാകുമ്പോഴേക്കും സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ സബ്വേ സ്റ്റേഷനിലേക്ക് പോലീസുകാരൊക്കെ എത്തി. അവരിപ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ചെല്ലുമ്പോൾ ആ ടിയും ബാക്കി പാസഞ്ചേഴ്സ് ഒക്കെ അങ്ങോട്ട് വരുന്നുണ്ട്. അവരുടനെ തന്നെ എല്ലാവരും അങ്ങോട്ട് വലിച്ചു കയറ്റാണ്. ഇതേസമയം തന്നെ കൺട്രോൾ റൂമിനകത്തൊരു ചർച്ചയാണ്. നേരത്തെ ഗാർബറിന്റെ അടുത്ത് സംസാരിച്ചെടുത്തിട്ടുണ്ടല്ലോ, ഇവന്റെ പേര് ജാക്ക് എന്നാണ്. ഇപ്പൊ ജാക്ക് ഗാർബറിന്റെ അടുത്ത് പറയുന്നത് ഇപ്പൊ അവിടെ നിന്ന് വെടിശബ്ദം കിട്ടുന്നല്ല പറയുന്നത്, അത് വെടിശബ്ദമല്ലെങ്കിലോ വേറെന്തെങ്കിലും പൊട്ടിത്തെറിച്ചായിക്കൂടെ എന്നാണ് ജാക്ക് ചോദിക്കുന്നത്. എന്നാൽ ഈ സമയം ഗാർബർ പറയുന്നത് വേറൊന്നും പൊട്ടിത്തെറിച്ചതാവാൻ ഒരു വഴിയില്ല, ഇതാരോ എന്തോ മനഃപൂർവ്വം ചെയ്തതാണ് എന്നാണ് ഗാർബർ പറയുന്നത്. അങ്ങനെ ബാക്കി എല്ലാവരും തിരിച്ച് പ്ലാറ്റ്ഫോമിലേക്ക് എത്തിക്കഴിയുമ്പോൾ റാമോസും ബ്ലൂവും ഇപ്പൊ റൈഡറുള്ള ബോഗിയിലേക്ക് പോവാണ്. ഈ സമയം റൈഡർ ആ ബോഗിയിൽ നിന്ന് ഒരു കാര്യം വിളിച്ചു പറയുന്നുണ്ട്. നിങ്ങൾ വരുന്ന വഴിക്ക് ഇവിടെയുള്ള കറണ്ട് അങ്ങോട്ട് കട്ട് ചെയ്തേക്കുന്നത്. അത് കേട്ടതും റാമോസ് വേഗം ചെന്നിട്ട് ആ പവർ കട്ട് ചെയ്യാണ്. അതോടുകൂടെ അവരവിടെ പിടിച്ചു വെച്ചിരിക്കുന്ന ആ ബോയ്ക്കകത്തെ കറണ്ടൊക്കെ പോയി. അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞപ്പം പിന്നീട് അവിടുത്തെ എമർജൻസി പവർ ആക്ടിവേറ്റ് ആയി. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം റൈഡർ ഇപ്പൊ നേരെ കൺട്രോൾ റൂമിലേക്ക് വിളിക്കുകയാണ്. ഗാർബറാണ് അയാളുടെ കോളും അറ്റൻഡ് ചെയ്യുന്നത്. അങ്ങനെ ആദ്യം റൈഡർ ഗാർബറിനെ ഒന്ന് പരിചയപ്പെട്ടു. അതിനുശേഷം ചില കാര്യങ്ങളൊക്കെ അയാൾ പറയുന്നുണ്ട്. അതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് ഈ സ്റ്റോക്ക് മാർക്കറ്റിംഗിന്റെ കാര്യങ്ങൾ കൂടെ വരുന്നുണ്ട്. അയാൾ അത് പറയുമ്പം ഗാർബറിന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും അയാൾ അതൊക്കെ അവിടെ എഴുതിയെടുക്കുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം റൈഡർ ഇപ്പം അയാൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. നീ ശ്രദ്ധിച്ചു കാണുമല്ലോ ഞാനിപ്പോൾ ഇവിടെ ചെയ്ത കാര്യങ്ങളൊക്കെ, എന്തിനാണ് ബാക്കി പാസഞ്ചേഴ്സിനൊക്കെ ഞാൻ വെറുതെ വിട്ടത് എന്ന് നീ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, എന്റെ കൂടെ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റേജസിന് മാത്രമാണ് ഞാൻ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നത്. എല്ലാം കൂടെ ആയിക്കഴിഞ്ഞാലേ അതെനിക്ക് ബുദ്ധിമുട്ടാവും. ഇനി ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം. എനിക്ക് വേണ്ടത് $10 മില്യൺ. 1 മണിക്കൂറിനകം എനിക്കത് കിട്ടണം. നീ വേഗം തന്നെ മേയറിനെ വിളിച്ച് കാര്യം പറയും. മേയർ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ റെഡിയാക്കാൻ അത്ര വലിയ പാടൊന്നും ഉണ്ടാവത്തില്ല. ഞാൻ പറഞ്ഞല്ലേ 1 മണിക്കൂറാണ് നിനക്കുള്ള സമയം. 1 മണിക്കൂറിനകം ആ കാശ് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1 മണിക്കൂറിന് ശേഷം വരുന്ന ഓരോ മിനിറ്റിലും ഓരോ ഹോസ്റ്റേജസിനെ ഞാൻ കൊന്നുകളയും എന്നാണ് റൈഡർ പറയുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം? ഞാൻ എങ്ങനെയാണ് ഇത്രയും പൈസ അറേഞ്ച് ചെയ്യുന്നത്? പിന്നെ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ മേയറിനോട് എനിക്ക് സംസാരിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ഗാർബർ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല. ഇപ്പൊ ന്യൂയോർക്കിലെ കുറച്ച് ആൾക്കാരുടെയെങ്കിലും ജീവിതം നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മേയറിനെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ ഉടനെ തന്നെ റെഡിയാക്കാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് റൈഡർ ഫോൺ കട്ട് ചെയ്യാണ്. ഇതേസമയം തന്നെ മേയർ ആണെങ്കിൽ ഒരു ട്രെയിനകത്തിരിക്കുകയാണ്. ആ ട്രെയിൻ അടുത്ത സ്റ്റേഷനിലേക്ക് എത്തുമ്പോൾ തന്നെ മേയറിന്റെ ഓഫീസിലെ ആൾക്കാരൊക്കെ അങ്ങോട്ട് എത്തി. അവരിപ്പോൾ ആ ട്രെയിനിലേക്ക് കയറിയിട്ട് മേയറിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയാണ്. അതെല്ലാം കേൾക്കുമ്പോൾ ആരാണ് ഈ പണി ഒപ്പിച്ചത് എന്നതിനെക്കുറിച്ച് വല്ല സൂചനയും കിട്ടിയോ എന്നാണ് മേയർ ചോദിക്കുന്നത്. അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല, നിങ്ങൾ വേഗം വരണം, ഞാൻ കാറ് റെഡിയാക്കിയിട്ടുണ്ട് എന്നാണ് അയാൾ പറയുന്നത്. കാറിന്റെ ആവശ്യമൊന്നുമില്ല, കാറിനെക്കാട്ടും വേഗത്തിൽ നമുക്ക് ഈ ട്രെയിനിലെത്താം, അതുകൊണ്ട് ഈ ട്രെയിനിൽ തന്നെ പോയാൽ മതി എന്നാണ് മേയർ പറയുന്നത്. ഇതേസമയം തന്നെ ആ ജോൺ ജോൺസൺ ഉണ്ടല്ലോ, ഇവരുടെ ചീഫ്, അയാളിപ്പം ഗാർബറിന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അയാൾ ഗാർബറിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനസ്സിലായി ഗാർബർ, മനസ്സിലായി, നിനക്ക് തന്നെ ഇങ്ങനെ ഒരു കോളിന്ന് വന്നല്ലോ, അതൊക്കെ എനിക്ക് മനസ്സിലായി എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ നിങ്ങളെന്താ പിന്നെയും ചൊറിയാൻ വന്നാണോ? നിങ്ങൾക്ക് എന്നെ കാണുമ്പോൾ എന്താണ് ഇത്ര ചൊറിച്ചില്? ഇനിയിപ്പോൾ ഞാൻ ഈ കോള് സംസാരിക്കുന്നതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ തന്നെ ഇവിടെ വന്നിരുന്ന് സംസാരിച്ചോ, എനിക്ക് അയാളോട് സംസാരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല എന്നാണ് ഗാർബർ പറയുന്നത്. ഞാൻ വന്ന് സംസാരിക്കാനോ? ഇത് നിന്റെ സ്റ്റേഷനാണ്, അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യേണ്ടത് നീ തന്നെയാണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ഗാർബർ ആ റൈഡറിനെ വിളിച്ചു. അതിനുശേഷം കാര്യങ്ങളൊക്കെ അയാളുടെ അടുത്ത് പറയാണ്. ഞങ്ങൾ മേയറിനെ വിവരം അറിയിച്ചിട്ടുണ്ട്, അയാൾ ഉടനെ തന്നെ ഇങ്ങോട്ട് എത്തുമെന്ന്. അത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഗാർബർ മറ്റൊരു കാര്യം കൂടെ റൈഡറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വല്ല ടെററിസ്റ്റുകളാണോ, അതോ പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഗാർബറിന്റെ ചോദ്യം. അതിനെക്കുറിച്ചൊന്നും നീ അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് റൈഡർ പറയുന്നത്. അതിനുശേഷം കുറേ സമയം റൈഡറും ഗാർബറും തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ കാണിക്കുന്നുണ്ട്. അതിൽ ഗാർബറിന്റെ ചില പേഴ്സണൽ കാര്യങ്ങളൊക്കെയാണ് റൈഡർ അയാളുടെ അടുത്ത് ചോദിക്കുന്നത്. അതായത് ഫാമിലിയെ കുറിച്ചൊക്കെ. ഈ ഗാർബറിന് ഭാര്യയും 2 പെൺമക്കളുമാണുള്ളത്.
ആ കാര്യമൊക്കെ അയാൾ ഇപ്പൊ റെയ്ഡറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവരുടെ ആ സംസാരമൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ആ ജോൺ ജോൺസണും കൂട്ടരും ഗാർബറിന്റെ തൊട്ടടുത്ത് തന്നെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. റെയ്ഡറിന്റെ നിർദ്ദേശപ്രകാരം ആ റാമോസും ബ്ലൂവും കൂടെ ഇപ്പൊ വെളിയിലേക്ക് ഇറങ്ങി. അവരിപ്പം അവിടുത്തെ ഇന്റർനെറ്റ് ഒക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അത് ശരിയാക്കി കഴിയുമ്പം റെയ്ഡറിന്റെ ലാപ്ടോപ്പിൽ ഇപ്പൊ ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടി. അയാളിപ്പം സ്റ്റോക്ക് മാർക്കറ്റിംഗിന്റെ ചില കാര്യങ്ങളാണ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ ആ പാസഞ്ചറായ ജോർജിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളിപ്പോഴും ആ ലാപ്ടോപ്പിന്റെ മുമ്പിൽ തന്നെ ഇരിക്കുകയാണ്. പിന്നീട് എന്തോ ഒരു കാര്യം എടുക്കാൻ വേണ്ടി അവൾ അവിടുന്ന് പോവുകയും ചെയ്തു. അവൾ അവിടുന്ന് പോയി കഴിയുമ്പം ഇന്റർനെറ്റ് ഒക്കെ കണക്ട് ആയതുകൊണ്ട് ജോർജുമായിട്ടുള്ള അവളുടെ കോൾ വീണ്ടും കണക്ട് ആയിരിക്കുകയാണ്. ഇപ്പൊ അവളുടെ ലാപ്ടോപ്പിലൂടെ ആ ബോഗിയിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനും ടീമും ഇപ്പൊ കൺട്രോൾ റൂമിലേക്ക് വന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ പേര് ക്യാം എന്നാണ്. അയാളിപ്പോ നേരെ ചെല്ലുന്നത് ഗാർബറിന്റെ അടുത്തേക്കാണ്. ഈ സമയം ഗാർബർ ആണെങ്കിൽ റെയ്ഡറുമായി സംസാരിച്ച മുഴുവൻ കാര്യങ്ങളും ഇപ്പൊ ക്യാമിന്റെ അടുത്ത് പറയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോ നിങ്ങൾ ഇതിൽ ഇടപെടണ്ട, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാന്നും പറഞ്ഞിട്ട് ക്യാം ഗാർബറിന്റെ സീറ്റിലേക്ക് ഇരുന്നു. ഈ സമയം ആ ജോൺ ജോൺസൺ അവിടെ നിൽക്കുന്നുണ്ട്. അയാളിപ്പോ ഗാർബറിന്റെ അടുത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിയിപ്പോ കാര്യങ്ങളൊക്കെ പോലീസുകാരെ നോക്കിക്കോളും, ഇനി നിന്റെ ആവശ്യം ഇവിടെ ഇല്ല, അതുകൊണ്ട് നീ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കാൻ നോക്ക് എന്നാണ് ജോൺ പറയുന്നത്. അതേക്കുമ്പോൾ ഞാനിപ്പോ എന്തിനാണ് പോകേണ്ടത്, ഞാനും കൂടെ ഇവിടെ നിന്നിച്ചിട്ടൊന്നും സംഭവിക്കാൻ പോകുന്നില്ലല്ലോ എന്നാണ് ഗാർബർ തിരിച്ചു വയ്ക്കുന്നത്. അതിന്റെ ആവശ്യമില്ലാന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് അയാൾ നിർബന്ധിച്ചിട്ട് ഗാർബറിനെ അവിടുന്ന് പറഞ്ഞുവിടാണ്. വളരെ സങ്കടത്തോടെയാണ് ഗാർബർ അവിടുന്ന് ഇറങ്ങി പോകുന്നത്. അങ്ങനെ ക്യാം ഇപ്പൊ നേരെ റെയ്ഡറിനെ വിളിച്ചു. എന്നാലിപ്പോ ഗാർബർ മാറിയിട്ട് പോലീസുകാരനാണ് സംസാരിക്കുന്നതെന്ന് അറിയുമ്പോൾ റെയ്ഡറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അയാൾ ഉടനെ തന്നെ ചെന്നിട്ട് ആ ലോക്കോ പൈലറ്റ് ആയിട്ടുള്ള ജെറിയെ പിടിച്ചു. എന്നിട്ട് അവന് നേർക്ക് തോക്ക് ചൂണ്ടിയിട്ട് ക്യാമിന്റെ അടുത്ത് കാര്യങ്ങൾ പറയാണ്. എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട കാര്യമില്ല, എനിക്ക് സംസാരിക്കേണ്ട ഗാർബറിന്റെ അടുത്താണ്, അതുകൊണ്ട് അവന് ഫോൺ കൊടുക്ക് എന്നാണ് റെയ്ഡർ പറയുന്നത്. ഈ സമയം ക്യാം പറയുന്നത് അയാൾ പോയി, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാനാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നതാണ്. എന്നാൽ റെയ്ഡർ അതിന് സമ്മതിക്കുന്നില്ല. 60 സെക്കൻഡിനകം ആ ഗാർബറിനെ തിരിച്ചു വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ജെറിയെ ഞാൻ കൊന്നുകളയും എന്നാണ് അയാൾ പറയുന്നത്. പക്ഷെ അയാൾ അങ്ങനെ പറഞ്ഞിട്ടും ക്യാം അതിൽ നിന്ന് പിന്മാറുന്നില്ല. നിങ്ങൾ ഇനി എന്നോടാണ് സംസാരിക്കേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് പൈസയല്ലേ, ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ എനിക്കേ പറ്റത്തുള്ളൂ എന്നാണ് ക്യാം പറയുന്നത്. എത്ര പറഞ്ഞിട്ട് അയാൾ കേൾക്കാത്ത കാണുമ്പോൾ അടുത്ത സെക്കൻഡിൽ റെയ്ഡർ ആ ജെറിയെ വെടിവെച്ച് കൊല്ലാണ്. ആ വെടിശബ്ദം കേൾക്കുമ്പോൾ ക്യാം ശരിക്കും ഞെട്ടിപ്പോയി. അപ്പൊ ജെറിയെ കൊന്നതുകൊണ്ട് ഇനിയും അയാൾ ആരെങ്കിലും കൊല്ലാൻ സാധ്യതയുണ്ട് എന്ന കാര്യം ക്യാമിന് മനസ്സിലായി. അതുകൊണ്ട് ഉടനെ തന്നെ ഗാർബറിനെ വിളിക്കാനാണ് അയാൾ ഇപ്പോൾ പറയുന്നത്. ഈ സമയം ഗാർബർ ആണെങ്കിൽ ആ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് ആൾക്കാർ ചെന്നിട്ട് വേഗം ഗാർബറിനെ തിരിച്ചു വിളിച്ചുകൊണ്ട് വരികയാണ്. അങ്ങനെ തിരിച്ചാ കൺട്രോൾ റൂമിലേക്ക് എത്തിയ ഉടനെ തന്നെ ഗാർബർ അവരുടെ സീറ്റിലേക്ക് ഇരുന്നു. എന്നിട്ട് ഫോൺ എടുത്തിട്ട് നേരെ റെയ്ഡറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ആ ജെറിയെ കൊന്നത് എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ നിന്നോട് ആര് പറഞ്ഞു എന്നോട് പറയാതെ പോവാൻ? എനിക്ക് പോലീസുകാരോടൊന്നും സംസാരിക്കേണ്ട ആവശ്യമില്ല, എനിക്ക് നിന്നോട് മാത്രം സംസാരിച്ചാൽ മതി. ഇനിയിപ്പോ നിന്റെ മുമ്പിലുള്ളത് 39 മിനിറ്റ് ആണ്, അതിനുള്ളിൽ എനിക്ക് വേണ്ട കാശ് എത്തിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഓരോരുത്തരായിട്ട് മരിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അയാൾ ഫോൺ കട്ട് ചെയ്യുന്നു. അതൊക്കെ കേട്ട് ഗാർബർ ആണെങ്കിൽ ശരിക്കും ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഈ സമയം തന്നെ പോലീസുകാരൊക്കെ പാരലായിട്ട് വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യുന്നുണ്ട്. അതായത് അവരിപ്പോ ഒരു ടീമിനെ അവിടെ ഇപ്പൊ ഹൈജാക്കേഴ്സ് പിടിച്ചു വെച്ചിരിക്കുന്ന ആ ബോഗി ഉണ്ടല്ലോ അതിന്റെ അടുത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ അവന്മാർ ഷൂട്ട് ചെയ്യും. ഈ സമയം തന്നെ ആ പോലീസുകാരനായ ക്യാം ഉണ്ടല്ലോ, അയാളും ആ ജോൺ ജോൺസണും തമ്മിലൊരു ഡിസ്കഷനിലാണ്. ക്യാം ഇപ്പൊ ജോണിന്റെ അടുത്ത് ചോദിക്കുന്നത്, അല്ല നിങ്ങൾക്ക് എന്താ ആ ഗാർബറുമായിട്ട് ഇത്ര ദേഷ്യം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നാണ്. ഞങ്ങൾ തമ്മിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടല്ല, ഈ ഗാർബറിനെ കുറിച്ച് ഒരു അലിഗേഷൻ വന്നിട്ടുണ്ട്, അവൻ കൈക്കൂലി മേടിച്ചെന്ന് പറഞ്ഞിട്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ സബ്വേയിലേക്ക് ബോഗികൾ വാങ്ങാൻ വേണ്ടി അയാൾ ജപ്പാനിലേക്ക് പോയത്. അയാൾ 2 കമ്പനീസിനെ അങ്ങനെ പോയി മീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേതോ ഒരു കമ്പനിയുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടാണ് അവൻ ആ ബോഗികളൊക്കെ സെറ്റാക്കിയത്. ഇതിപ്പോ ഒരു അലിഗേഷനായിട്ട് തുടരുകയാണ്. ഇതുവരെയായിട്ട് അത് പ്രൂവ് ചെയ്തിട്ടില്ല. തെളിയാത്തത് കൊണ്ടാണ് അവൻ ഇതുവരെയായിട്ട് ജോലിയിൽ നിന്ന് പിരിച്ചുവിടാത്തത്. അതുകൊണ്ടാണ് ഞാൻ അവനോട് ഈ രീതിയിൽ പെരുമാറുന്നത് എന്നാണ് ജോൺ പറയുന്നത്. ഇതേ സമയം തന്നെ റെയ്ഡർ ആണെങ്കിൽ അയാളുടെ ലാപ്ടോപ്പ് വഴി അവിടുത്തെ ന്യൂസ് ഒക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പോലീസുകാർ അങ്ങോട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആ ന്യൂസിൽ പറയുകയും ചെയ്യുന്നുണ്ട്. അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. അതിനിടയിൽ സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യം കൂടെ അയാൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇയാളിപ്പോ ചെയ്ത പ്രവൃത്തിയിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിലെ റേറ്റ് ഒക്കെ നല്ല രീതിയിൽ ഇടിഞ്ഞിട്ടുണ്ട്. ഇതും ഈ റെയ്ഡറിന്റെ ഒരു പ്ലാനിലുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾക്ക് ശരിക്കും സന്തോഷമായി. ഇതേസമയം തന്നെ ആ ക്യാം നേരെ പോയിരിക്കുന്നത് ഗാർബറിന്റെ അടുത്തേക്കാണ്. അതിനുശേഷം ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഗാർബറിന്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അല്ല, എന്തുകൊണ്ടാണ് ഈ ട്രെയിനിന് പെൽഹാം 123 എന്ന പേര് വന്നത് എന്നാണ് അയാളുടെ ആദ്യത്തെ ചോദ്യം. അതേക്കുമ്പോൾ അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ട്രെയിൻ അതിന്റെ യാത്ര തുടങ്ങുന്നത് പെൽഹാം ബേയിൽ നിന്നാണ്. അത് ഉച്ചയ്ക്ക് 1:23. അതുകൊണ്ടാണ് ഈ ട്രെയിനിന് പെൽഹാം 123 എന്ന പേര് വന്നത് എന്നാണ് ഗാർബർ പറയുന്നത്. ഓക്കെ മനസ്സിലായി. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ കൂടി ചോദിക്കട്ടെ. ഇതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കരുത്, എന്തുകൊണ്ടാണ് ആ റെയ്ഡർ നിങ്ങളെ തന്നെ വിളിച്ചത്? ഇവിടെ ഇഷ്ടംപോലെ ഡെസ്ക് ഉണ്ട്, അവിടെ ഇഷ്ടംപോലെ ആൾക്കാരും ഇരിക്കുന്നുണ്ട്, പക്ഷെ അയാൾക്ക് കണക്ഷൻ കിട്ടിയത് നിങ്ങളെയാണല്ലോ, അതെന്തുകൊണ്ടാണ് എന്നാണ് അയാൾ ചോദിക്കുന്നത്. അതെനിക്കറിയത്തില്ല, അതൊരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ് എന്നാണ് ഗാർബർ അതിന് മറുപടി പറയുന്നത്. ഓക്കെ, കോയിൻസിഡൻസ് ആണല്ലേ, ഓക്കെ മനസ്സിലായി. നിങ്ങളെന്ന് ഇരുന്ന ഈ ഡെസ്ക് ഉണ്ടല്ലോ, അത് നിങ്ങൾ സെലക്ട് ചെയ്താണോ അതോ ആരെങ്കിലും നിങ്ങൾക്ക് അസൈൻ ചെയ്തെന്നാണോ എന്നാണ് അയാൾ അടുത്തായിട്ട് ചോദിക്കുന്നത്. അയാൾ ആ ചോദ്യം കേൾക്കുമ്പോൾ ക്യാം തന്നെ ഈ കാര്യത്തിൽ സംശയിക്കുന്നുണ്ട് എന്ന കാര്യം ഗാർബറിന് മനസ്സിലായി.
അതുകൊണ്ട് തന്നെ അയാളൊന്നും മിണ്ടുന്നില്ല. ഈ സമയം ക്യാം വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ, വേറെ ഒന്നും വിചാരിക്കാൻ വേണ്ടി ചോദിച്ചതല്ല, അയാൾ കറക്റ്റായിട്ട് നിങ്ങളെ തന്നെ വിളിച്ചുകൊണ്ട് ചോദിച്ചതാണ്. നിങ്ങൾ തമ്മിൽ ഇനി എന്തെങ്കിലും റിലേഷൻഷിപ്പ് വല്ലതും ഉണ്ടോ? അത് കേൾക്കുമ്പോൾ കാർബറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഈ റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഈ റൈഡറും തമ്മിൽ അത്യാവശ്യം നല്ല റിലേഷൻഷിപ്പിലാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാൻ അയാളോട് സംസാരിച്ചപ്പോൾ ഇവിടെ ആർക്കും ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. എന്നാൽ ഒരു സെക്കൻഡ് നേരത്തേക്ക് നിങ്ങളൊന്ന് അയാളോട് സംസാരിച്ചപ്പോൾ നമ്മുടെ റെയിൽവേയിൽ ഒരു ജീവനക്കാരനാണ് മരിച്ചത്, ആ ജെറി. അതിനെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് എന്നാണ് കാർബർ അതിന് മറുപടി പറയുന്നത്. അയാൾ ആ സംസാരിച്ച കുറച്ച് ദേഷ്യത്തിലാണ്. അത് കാണുമ്പോൾ നിങ്ങൾ ദേഷ്യപ്പെടാൻ വേണ്ടി പറഞ്ഞതല്ല, ഇത് ഈ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണെന്ന് കൂട്ടിയാൽ മതി. പിന്നെ ഒരു കാര്യമുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളുടെ വീടൊന്ന് സെർച്ച് ചെയ്യണം. അതിന് നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ക്യാം അടുത്തതായിട്ട് ചോദിക്കുന്നു. എനിക്കൊരു കുഴപ്പവുമില്ല എന്നാണ് കാർബർ അതിന് മറുപടി പറയുന്നത്. ഇതേ സമയം തന്നെ ആ ട്രെയിനിനകത്ത് ആ റൈഡറും റാമോസും ഒരു ഡിസ്കഷനിലാണ്. ഈ റാമോസ് എന്ന് പറയുന്നത് ഈ റെയിൽവേയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആ ട്രെയിൻ ഹൈജാക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ഓടിക്കാൻ ഒരാളെ വേണം. അതുകൊണ്ടാണ് റൈഡർ അയാളെ തന്നെ പിക്ക് ചെയ്തിരിക്കുന്നത്. പിന്നെ അയാൾക്കും പൈസയുടെ ആവശ്യമുണ്ട്. ഈ സമയം റാമോസ് റൈഡറിന്റെ അടുത്തൊരു കാര്യം പറയുന്നുണ്ട്. നിങ്ങളിപ്പോൾ സംസാരിച്ച ഈ ഗാർബർ ഉണ്ടല്ലോ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അയാൾ ഒരു ട്രെയിൻ ഡിസ്പാച്ചർ അല്ല. അയാൾ കുറച്ച് ഉയർന്ന പൊസിഷനിൽ ജോലി ചെയ്യുന്ന ആളാണ്. അയാളുടെ യഥാർത്ഥ പേര് വാൾട്ടർ ഗാർബർ എന്നാണ്. ഈ കാര്യങ്ങളൊക്കെയാണ് റാമോസ് ഇപ്പോൾ റൈഡറിന്റെ അടുത്ത് പറയുന്നത്. റാമോസ് ആ കാര്യം പറയുമ്പോൾ റൈഡറിന് ശരിക്കും അത്ഭുതമായി. അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ, എന്നാ പിന്നെ ഞാൻ അയാളെ കുറിച്ചൊന്ന് ചെക്ക് ചെയ്യട്ടെന്നും പറഞ്ഞിട്ട് റൈഡർ ഇപ്പൊ ഇന്റർനെറ്റിൽ ഗാർബർ ആരാണ് എന്നൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ നിന്നും ഗാർബർ ഉയർന്നൊരു പൊസിഷനിലിരിക്കുന്ന ആളായിരുന്നെന്നും കൈക്കൂലി വാങ്ങിയെന്നും പറഞ്ഞിട്ട് അയാൾക്കെതിരെ അലിഗേഷൻ ഉണ്ട്. അത് കാരണമാണ് അയാളുടെ ജോലിയുടെ പൊസിഷനൊക്കെ മാറിയിട്ട് അയാളിപ്പോൾ ട്രെയിൻ ഡിസ്പാച്ചറായിട്ട് ജോലി ചെയ്യുന്നത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റൈഡറിന് ഇപ്പോൾ മനസ്സിലായി. ഈ സമയം തന്നെ ആ ബോഗിയുടെ അടുത്തായിട്ടിരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, അവരിപ്പോൾ അവരുടെ സ്നൈപ്പർ ആ റൈഡറിന് റാമോസിന് നേരെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷൂട്ട് ചെയ്യാൻ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ അവർ ഷൂട്ട് ചെയ്യും. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ഗാർബർ വീണ്ടും റൈഡറിനെ വിളിച്ചു. അയാൾ പറയുന്നത് മേയർ എല്ലാ കാര്യത്തിനും സമ്മതിച്ചിട്ടുണ്ട്, പൈസ നിങ്ങൾക്ക് ഉടനെ തന്നെ കിട്ടുന്നതാണ്. അതേക്കുമ്പോ പൈസയൊക്കെ റെഡി ആയില്ലേ, ഇനി എന്തായാലും 28 മിനിറ്റ് കൂടെ ബാക്കിയുണ്ടല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് റൈഡർ വീണ്ടും ഗാർബറിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആ കാര്യത്തിൽ ആ കൈക്കൂലി വാങ്ങിയ കാര്യങ്ങളും പെടുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് കൈക്കൂലി വാങ്ങിയത് എന്നാണ് റൈഡർ ചോദിക്കുന്നത്. അവന്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ആദ്യം ഗാർബറിന് ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഇവൻ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞെന്നുള്ളത്. റെയിൽവേയിൽ വർക്ക് ചെയ്യുന്ന റാമോസ് ആണ് ഈ റൈഡറിന്റെ കൂടെ ഉള്ളത് എന്ന കാര്യം ഗാർബറിന്റെ ടീമിന് അറിയത്തില്ല. അങ്ങനെ റൈഡർ ആ കാര്യം ചോദിക്കുമ്പോൾ ഗാർബർ പറയുന്നത് അതൊക്കെ ചുമ്മാ അലിഗേഷൻ ആണ്, ഞാൻ ആരുടെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങിയിട്ടില്ല എന്നാണ് ഗാർബർ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ റൈഡറിന് ശരിക്കും ദേഷ്യം വരാൻ തുടങ്ങി. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ആ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അതിൽ ആ ജോർജ് എന്ന് പറഞ്ഞ പയ്യനെ പിടിക്കുകയാണ്. എന്നിട്ട് അവന് നേർക്ക് തോക്കി കൊണ്ടിട്ട് വീണ്ടും ഗാർബറിനോട് കാര്യം പറയാൻ തുടങ്ങി. എന്റെ തോക്കിന്റെ മുമ്പിൽ ജോർജ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, നീ സത്യം എന്റെ മുമ്പിൽ വെളിപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പൊ ഇവനെ കൊന്നുകളയും എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങി. താൻ ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ ഉറപ്പായിട്ട് ആ പയ്യനെ കൊല്ലും എന്ന കാര്യം ഗാർബറിന് അറിയാം. അതുകൊണ്ട് തന്നെ ഗാർബർ അതിന് സമ്മതിക്കുകയാണ്. അതെ, ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടുണ്ട് എന്നാണ് ഗാർബർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ റൈഡർ ആണെങ്കിൽ ആ തോക്ക് മാറ്റുകയും ചെയ്തു. എന്നിട്ട് പിന്നീട് അയാൾ ചോദിക്കുന്നത്, നീ എത്ര രൂപ കൈക്കൂലി വാങ്ങി, ആ പൈസ എന്താണ് ചെയ്തതെന്നാണ്. അതേക്കുമ്പം ഞാൻ $35,000 കൈക്കൂലി വാങ്ങിയത്. എനിക്കുള്ളത് 18ഉം 19ഉം വയസ്സുള്ള 2 പെൺകുട്ടികളാണ്. അവരുടെ കോളേജ് ഫീസ് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ പൈസ ഉപയോഗിച്ചത് എന്നാണ് ഗാർബർ പറയുന്നത്. ഗാർബർ അതൊക്കെ പറയുമ്പം അയാളുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട്. അങ്ങനെ ആ സംസാരത്തിന് ശേഷം അവരെ കോള് കട്ട് ചെയ്തു. ഈ സമയത്താണ് ഗാർബറിന്റെ വൈഫ് അവനെ വിളിക്കുന്നത്. ഗാർബർ ആ ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ വൈഫ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സെർച്ചിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് പോലീസുകാർ വന്നിട്ടുണ്ടല്ലോ, ഇതെന്താണ് സംഭവം എന്നാണ് വൈഫ് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് പേടിക്കണ്ട, അതൊരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമാണ്, അവർ സെർച്ച് ചെയ്തിട്ട് പോയിക്കോളും എന്നാണ് ഗാർബർ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അയാൾ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. ഈ സമയത്താണ് ആ ക്യാം ഗാർബറിന്റെ അടുത്തേക്ക് വരുന്നത്. ക്യാമിന് ഇപ്പൊ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അതായത് ഗാർബർ യഥാർത്ഥത്തിൽ കൈക്കൂലി വാങ്ങിയിട്ടില്ല. ഈ സമയം അയാൾ പറയുന്നത്, നിങ്ങളിപ്പോൾ അയാളോട് സംസാരിക്കുന്ന രീതിയൊക്കെ കൊള്ളാം, ഇതുപോലെ തന്നെ പോയാൽ മതി, എങ്ങനെയെങ്കിലും അയാളെ പിടിച്ചിരുത്ത്, അത് നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നാണ് ക്യാം പറയുന്നത്. ഗാർബർ ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. ഈ സമയം ആകുമ്പോഴേക്കും ആ ക്യാഷ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. അതിപ്പം ഒരു പോലീസുകാരനകത്തേക്ക് കയറ്റാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവർ ആ സബ്വേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. ആ പോലീസുകാരന്റെ കൂടെ കുറെ ബൈക്കുകൾ എസ്കോട്ട് പോകുന്നുണ്ട്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ആ ജോർജിന്റെ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളിപ്പം അവളുടെ ലാപ്ടോപ്പിന്റെ മുമ്പിലേക്ക് വന്നു. ഈ സമയത്താണ് അവൾ ആ ലാപ്ടോപ്പ് ഓണായി കിടക്കുന്ന കാണുന്നത്. അതിലെ കാഴ്ചയൊക്കെ അവളെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. അവൾ ഉടനെ തന്നെ ജോർജിനോട് സംസാരിക്കാൻ തുടങ്ങി. അവന്റെ ചെവിയിലായിട്ട് ഒരു ഹെഡ്ഫോൺ ഉണ്ട്. അത് വെച്ചിട്ടാണ് അവനിപ്പോൾ അവളോട് സംസാരിക്കുന്നത്. നീ ഇവിടുത്തെ അവസ്ഥ കണ്ടില്ലേ, ഞാനിപ്പോൾ ഇവിടുത്തെ ഹോസ്റ്റേജ് ആണ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളുണ്ടല്ലോ അത് ഉടനെ തന്നെ ലൈവ് ഇട് എന്നാണ് അവൻ പറയുന്നത്. ഇതേ സമയം തന്നെ അവിടെ ഹോസ്റ്റേജസ് ആയിട്ട് ഒരു ലേഡിയും അവളുടെ ഒരു മകനും ഉണ്ട്. അവരുടെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരാളിരിക്കുന്നുണ്ട്. ആ ലേഡി നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഒരു മോതിരം കാണുന്നുണ്ട്. അതിൽ നിന്നും അയാൾ എയർഫോഴ്സിലുള്ള ആളാണ് എന്ന കാര്യം ലേഡിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ആ ലേഡി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു എയർഫോഴ്സുകാരനല്ലേ, നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉമ്മാരൊക്കെ കീഴ്പ്പെടുത്താൻ പറ്റുമല്ലോ, എന്നിട്ട് നിങ്ങൾ എന്താണ് അനങ്ങാണ്ടിരിക്കുന്നത് എന്നാണ് ആ ലേഡി ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഞാൻ എയർഫോഴ്സിലായിരുന്നു, പക്ഷെ അതൊക്കെ ഒരുപാട് കാലം മുമ്പാണ് എന്നാണ് അയാൾ അതിന് മറുപടി പറയുന്നത്.
ഈ സമയം തന്നെ നമ്മുടെ റെയ്ഡർ ആണെങ്കിൽ അയാളുടെ ലാപ്ടോപ്പിൽ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ന്യൂസിൽ പറയുന്നത് ന്യൂയോർക്ക് സിറ്റിയിലുണ്ടായ ടെററിസ്റ്റ് അറ്റാക്ക് കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ അളവിലുള്ള ഇടിവിനെ കുറിച്ചാണ്. അതെല്ലാം കേൾക്കുമ്പോൾ റെയ്ഡറിന് ശരിക്കും സന്തോഷമായി. ഇപ്പൊ കാര്യങ്ങളൊക്കെ അയാൾ പ്ലാൻ ചെയ്ത വഴിക്കാണ് പോകുന്നത് എന്ന കാര്യമൊക്കെ മനസ്സിലായി. ഈ സമയമാകുമ്പോഴേക്കും മേയറും കൂട്ടരും ആ സബ്വേ സ്റ്റേഷന് പുറത്തെത്തിയിട്ടുണ്ട്. ഇപ്പൊ ഒരുപാട് പത്രക്കാരും അവിടെ കൂടിയിട്ടുണ്ട്. അവരിങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻസ് ഒക്കെ മേയറിന്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പൊ അധികം സമയമില്ലാത്തതുകൊണ്ട് അയാൾ അതൊന്നും പറയാതെ വേഗം സ്റ്റേഷന്റെ അകത്തേക്ക് കയറി. അതിനിടയിലാണ് ഒരു പോലീസുകാരൻ കൺട്രോൾ റൂമിലേക്ക് വരുന്നത്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു പെൺകുട്ടി ആ ട്രെയിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ലൈവ് പോയിട്ടുണ്ട്, നിങ്ങൾ ന്യൂസ് ഒന്ന് വെച്ച് നോക്കിക്കേ എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ അവർ ന്യൂസ് വെച്ചു. ഈ സമയം ആ ബോഗിക്കകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ സമയത്താണ് ആ റാമോസ് അതിലെ പാസ് ചെയ്തു പോകുന്നത്. അതിൽ നിന്നും റാമോസ് ഈ ടീമിലുള്ളതാണ് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. ഈ സമയം ആരാണ് ഇയാൾ എന്നാണ് ക്യാം ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ ഗാർബർ ഇപ്പൊ റാമോസിനെ കുറിച്ച് പറയാൻ തുടങ്ങി. അയാൾ ഒരു ലോക്കോ പൈലറ്റ് ആണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇയാൾ കാരണം 2 ആൾക്കാർ മരിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ഇയാൾ ജയിലിലായിരുന്നു എന്നിങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ് ഗാർബർ ഇപ്പൊ ക്യാമിന്റെ അടുത്ത് പറയുന്നത്. മാത്രമല്ല ഇതിൽ നിന്നൊക്കെ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ ഗാർബറിനെ കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ആ റെയ്ഡറിന്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഈ റാമോസ് ആണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേയറും ടീമും അങ്ങോട്ട് എത്തുന്നത്. ഇതേ സമയം തന്നെ ആ ബോഗിയുടെ കുറെ മുന്നിലായിട്ട് കിടക്കുന്ന പോലീസുകാരുണ്ടല്ലോ, അതിലൊരുത്തൻ ഇപ്പൊ ആ റെയ്ഡറിനും റാമോസിനും നേരെ അവന്റെ ആ സ്നൈപ്പർ എയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അവിടെ ആ പോലീസുകാർ കിടക്കുന്നുണ്ട് എന്ന കാര്യം റെയ്ഡറിനും അറിയാം. അതുകൊണ്ട് തന്നെ അയാളിപ്പം അയാളുടെ വിരൽ പൊക്കി കാണിച്ചു കൊടുത്തു. അത് കാണുമ്പോൾ ആ പോലീസുകാരന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഒറ്റയടിക്ക് അയാളെ കാച്ചാനുള്ള അത്രയും ദേഷ്യമായിട്ടുണ്ട്. പക്ഷെ ഓർഡർ കിട്ടാത്തതുകൊണ്ട് അയാൾ ഒന്നും ചെയ്യാതെ അവിടെ കിടക്കുകയാണ്. ഈ സമയം അയാൾ കിടക്കുന്ന ആ ഭാഗത്തായിട്ട് ഒരു എലി ഇങ്ങനെ കറങ്ങി കിടക്കുന്നുണ്ട്. അതിന് ആ പോലീസുകാരൻ കണ്ടിട്ടില്ല. അങ്ങനെ റെയ്ഡർ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് ആ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്ക് വന്നു. അതിനുശേഷം അയാളിപ്പോ മേയറോട് സംസാരിക്കുകയാണ്. അയാളിപ്പോ മേയറോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാലോ ഈ ബോഗിക്കകത്ത് ഇഷ്ടംപോലെ ഹോസ്റ്റേജസ് ഉണ്ട്. നിങ്ങളെ സംബന്ധിച്ച് ഇവരെല്ലാവരും നിങ്ങളുടെ വോട്ടേഴ്സ് അല്ലേ. അതുകൊണ്ട് ഞാനൊരു ഡീല് പറയാം. ഞാൻ ഇവരെല്ലാവരും ഇവിടുന്ന് വെറുതെ വിട്ടേക്കാം. പക്ഷെ അതിനു പകരമായിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുമോ എന്നാണ് റെയ്ഡർ ചോദിക്കുന്നത്. എന്നാൽ മേയർ അതിന് സമ്മതിക്കുന്നില്ല. എനിക്ക് വരാൻ പറ്റത്തില്ല എന്നാണ് മേയർ പറയുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത് അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരൊന്നും അതിന് സമ്മതിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, മേയർ കാണിക്കുന്ന നല്ല പേടിയാണ്. അയാൾ വരത്തില്ല എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ റൈഡറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ വോട്ടേഴ്സിന് ഇത്ര വിലയെ കൊടുത്തിട്ടുള്ളല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് റൈഡർ അവിടെ നിന്ന് കലി ഉള്ളാൻ തുടങ്ങി. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും ഗാർബർ ഫോൺ മേടിച്ചു. എന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് റൈഡറിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ്. ഈ സമയം തന്നെ ആ പോലീസുകാരാണെങ്കിൽ ആ പൈസയും കൊണ്ട് സിറ്റിയിലൂടെ ഇങ്ങനെ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ സ്റ്റേഷനിലേക്ക് എത്താൻ അവർക്ക് ഇനി ഒരുപാട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിലാണ് അവരിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് ഒരു ടാക്സി കാർ വന്നിട്ട് ആ പോലീസ് കാറുമായിട്ട് ഇടിക്കുന്നത്. അതിന്റെ സൈഡ് മൊത്തം പൊളിഞ്ഞുപോയി. എങ്കിലും അവർക്കിപ്പോൾ നിർത്താൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ പിന്നെയും മുന്നോട്ട് തന്നെ പോവാണ്. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോഴാണ് പെട്ടെന്നൊരു വണ്ടി വന്നിട്ട് ആ പോലീസുകാരുടെ കൂട്ടത്തിൽ ഒരു ബൈക്കിനെ ഇടിക്കുന്നത്. അതോടുകൂടെ അയാൾ അവിടെ നിന്ന് തെറിച്ചുപോയി. എന്നാൽ അതുകൊണ്ടൊന്നും ആ കാറ് നിർത്തുന്നില്ല. അവരിപ്പോഴും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗാർബർ ആണെങ്കിൽ ആ റൈഡറിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ആ റാമോസിന്റെ കാര്യമൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. അതായത് റാമോസ് നിങ്ങളുടെ കൂടെയുണ്ട് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. എങ്ങനെയാണ് നിങ്ങളും റാമോസും തമ്മിൽ പരിചയം എന്നാണ് ഗാർബർ ചോദിക്കുന്നത്. അതേക്കുന്ന റൈഡർ പറയുന്നത് ഞങ്ങൾ തമ്മിൽ ജയിലിൽ വെച്ച് പരിചയപ്പെട്ടാന്നാണ്. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് റാമോസ് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ തന്നെ കുറിച്ച് പോലീസുകാരെല്ലാം അറിഞ്ഞു എന്ന കാര്യമൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ അയാൾ ശരിക്കും ടെൻഷനിലാണ്. ഈ സമയവും ആ പോലീസ് കാറും ബൈക്കുകളും സിറ്റിയിലൂടെ ഇങ്ങനെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഒരു ആംബുലൻസ് വന്നിട്ട് ആ പോലീസ് കാറിന് ഒരു ഇടി കൊടുക്കുന്നത്. ഇത്തവണ നല്ല കിടിലൻ ഇടിയായിരുന്നു. അതുകൊണ്ട് ആ കാറ് മൊത്തം മലക്കം മറിഞ്ഞു. മാത്രമല്ല അതിനകത്തുള്ള 2 പോലീസുകാർക്കും നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഈ സമയം ആ ബൈക്കിലുള്ള പോലീസുകാരൊക്കെ വണ്ടി നിർത്തിയിട്ട് ആ പരിക്ക് പറ്റിയ പോലീസുകാരെ ഹോസ്പിറ്റലിലേക്ക് അയച്ചു. എന്നിട്ട് ആ പൈസ അടങ്ങുന്ന ബാഗൊക്കെ ആ ബൈക്കിലേക്ക് കയറ്റിയിട്ട് പെട്ടെന്ന് തന്നെ ആ സബ്വേ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ ആ പോലീസ് കാർ ആക്സിഡന്റ് ആയ കാര്യം ഇപ്പൊ കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഗാർബർ ഉടനെ തന്നെ റെയ്ഡറിനെ വിളിച്ച് കാര്യം പറയാണ്. അതായത് പൈസ എത്താൻ കുറച്ചുകൂടെ സമയം വേണമെന്ന്. എന്നാൽ അത് കേൾക്കുമ്പോൾ റെയ്ഡറിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നിങ്ങൾക്ക് തന്ന ആ 1 മണിക്കൂർ ഇപ്പം തീർന്നു, ഇനി ഞാൻ എന്റെ പണി തുടങ്ങാൻ പോവാന്നും പറഞ്ഞിട്ട് അയാൾ നേരെ ആ പാസഞ്ചേഴ്സിന്റെ അടുത്തേക്കാണ് പോകുന്നത്. അതിനുശേഷം നേരത്തെ നമ്മൾ കണ്ട ആ ലേഡി ഉണ്ടല്ലോ, അവളുടെ അടുത്ത് എഴുന്നേക്കാനാണ് റെയ്ഡർ ഇപ്പോൾ പറയുന്നത്. എന്നാൽ ഈ സമയം അവളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ എയർഫോഴ്സിലെ ആളുണ്ടല്ലോ, അയാൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അയാൾ ഇപ്പോൾ റെയ്ഡറിന്റെ തോക്കിന്റെ മുന്നിലേക്ക് നിൽക്കുകയാണ്. ഈ സമയം ഗാർബർ ആണെങ്കിൽ അയാളെ കൊണ്ടാവുന്ന വിധം റെയ്ഡറിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ റെയ്ഡർ അതൊന്നും കേൾക്കുന്നില്ല. അയാൾ പെട്ടെന്ന് തന്നെ ആ എയർഫോഴ്സിന്റെ ആളെ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ സമയം ആ ലാപ്ടോപ്പിലെ വിഷ്വൽസ് വഴി ഇതെല്ലാം കൺട്രോൾ റൂമിലിരിക്കുന്ന ആൾക്കാർക്കും കാണുന്നുണ്ട്. ആ റെയ്ഡർ ഇപ്പോൾ ഒരാളെ കൂടെ കൊന്നു കാണുമ്പോൾ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ് എല്ലാവരും. അങ്ങനെ കുറച്ച് സമയങ്ങൾ കൂടെ കഴിഞ്ഞു. ആ സ്നൈപ്പർ ഇപ്പോഴും അവരെ എയിം ചെയ്തുകൊണ്ട് അവിടെ കിടക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം ബോഗിയുടെ മുന്നിലായിട്ട് ഇപ്പൊ ആ റാമോസ് മാത്രമേ ഇരിക്കുന്നുള്ളൂ. അയാൾക്ക് നേരെയാണ് ആ സ്നൈപ്പർ പൊന്നും വെച്ചിരിക്കുന്നത്. എന്നാൽ അതിനിടയിലാണ് ആ എലി അയാളുടെ പാന്റിന്റെ ഇടയിലേക്ക് കയറുന്നത്. അതോടുകൂടെ അയാൾ ഞെട്ടിപ്പോയി. എന്നാൽ അതിനിടയിൽ അയാളുടെ വിരൽ അമർന്നിട്ട് ആ വെടി പൊട്ടുകയും ചെയ്തു. അത് കറക്റ്റായിട്ട് റാമോസിനെ കൊള്ളുകയും ചെയ്തു. അയാൾ അപ്പം തന്നെ മരിക്കുകയും ചെയ്തു. ഇപ്പൊ വെടിശബ്ദം കേട്ടപ്പോൾ ആ ബോഗിക്കകത്ത് നിൽക്കുന്ന ബാക്കിയുള്ളവർ അങ്ങോട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങി.
അങ്ങനെ കുറച്ച് സമയം ഈ ഷൂട്ട് ഔട്ട് നടക്കുന്നുണ്ട്. എന്നാൽ അതിനിടയിലാണ് ആ പൈസയുമായിട്ട് ആ പോലീസുകാരൊക്കെ ആ സബ്വേ സ്റ്റേഷനിലേക്ക് വരുന്നത്. ഈ കാര്യം ഇപ്പൊ കൺട്രോൾ റൂമിൽ അറിഞ്ഞു. ഈ കൺട്രോൾ റൂം ഇരിക്കുന്നത് ആ സബ്വേ സ്റ്റേഷനിൽ നിന്ന് കുറെ ദൂരത്താണ്. ഇപ്പൊ പൈസ അങ്ങോട്ട് എത്തിയെന്ന് അറിയുമ്പോൾ ഗാർബർ ഉടനെ തന്നെ റെയ്ഡറിനെ വിളിച്ചു. അതിനുശേഷം പൈസ എത്തിയ കാര്യം അറിയിക്കുകയും ചെയ്തു. എന്നാൽ ഈ സമയമാകുമ്പോഴേക്കും റെയ്ഡർ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. ആ ഷൂട്ട് ഔട്ടൊക്കെ അയാൾ സ്റ്റോപ്പ് ചെയ്തു. ഇപ്പൊ അയാളെ സംബന്ധിച്ച് റാമോസ് മരിച്ചതൊക്കെ ഒരു ബോണസ് ആണ്, കാരണം ഒരാൾ കുറഞ്ഞു കിട്ടിയല്ലോ. അങ്ങനെ റെയ്ഡർ ഇപ്പൊ ഗാർബറിന്റെ അടുത്ത് പറയുന്നത്, ഓക്കെ പൈസയൊക്കെ എത്തിയല്ലോ, ഇനി ഒരു കാര്യം ചെയ്യും, ആ പൈസ അങ്ങോട്ട് എത്തിക്കണമല്ലോ, അതിനുവേണ്ടി നീ തന്നെ വന്നാൽ മതി എന്നാണ് റെയ്ഡർ ഇപ്പൊ ഗാർബറിന്റെ അടുത്ത് പറയുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗാർബർ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ ആ പോലീസ് ഓഫീസറായ ക്യാമിന്റെ കൂടെ ഗാർബർ ആ കൺട്രോൾ റൂമിൽ നിന്ന് ഇറങ്ങി. അവർക്ക് പോകാൻ വേണ്ടി അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ട്. അതിനടുത്തേക്കാണ് ക്യാം ഇപ്പൊ ഗാർബറിനെയും കൊണ്ടുപോകുന്നത്. എന്നാൽ പോകുന്ന വഴിക്ക് അയാൾ അയാളുടെ ഭാര്യയെ വിളിക്കുന്നുണ്ട്. ഈ സമയം ഭാര്യയാണെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ന്യൂസിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ഗാർബർ ഭാര്യയുടെ അടുത്ത് പറയുന്നത്, ഇപ്പൊ ഇവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ, അവർക്ക് കുറെ പൈസ എത്തിച്ചു കൊടുക്കാണ്ട്, അതിനുവേണ്ടി നിയോഗിച്ചിരിക്കുന്നത് എന്നെയാണ് എന്നാണ് ഗാർബർ പറയുന്നത്. എന്നാൽ അത് കേൾക്കുമ്പോൾ അയാളുടെ ഭാര്യയ്ക്കൊരു ഞെട്ടലായിരുന്നു. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവക്കും അത് സമ്മതിക്കേണ്ടി വന്നു. എന്നാൽ അവൾ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഓക്കെ നിങ്ങൾ പോവേ പൈസ കൊടുക്കേ എന്താന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ ഇങ്ങോട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങാൻ മറക്കരുത് എന്നാണ് അവൾ പറയുന്നത്. ഗാർബർ ആണെങ്കിൽ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ അവർ ആ ഹെലികോപ്റ്ററിൽ കയറിയിട്ട് ആ സബ്വേ സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ ഗാർബർ ഇപ്പം ആ സബ്വേ സ്റ്റേഷനിലെത്തി. അതിനെ തുടർന്ന് അയാൾ മാത്രം ഇപ്പൊ ആ പൈസ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് പോവാണ്. അവിടെ ഒരു പോലീസുകാരൻ നിൽക്കുന്നുണ്ട്. അയാൾ ഉടനെ തന്നെ ആ പൈസയൊക്കെ ഗാർബറിനെ ഏൽപ്പിച്ചു. മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഉപകരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് ഒരു തോക്കും കൂടെ അയാൾ ആ ബാഗിനകത്ത് വെച്ചു കൊടുക്കുന്നുണ്ട്. 3 ബാഗിലായിട്ടാണ് ആ പൈസ കൊണ്ടുപോകുന്നത്. ആ തോക്കിരിക്കുന്ന ബാഗ് ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടി അയാൾ അതിലൊരു അടയാളം വെച്ചിട്ടുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിനു ശേഷം ഗാർബർ ആ പൈസയുമായിട്ട് ആ റൈഡറിന്റെയും കൂട്ടരുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ ആ ബോഗിയുടെ അടുത്ത് എത്തുമ്പോൾ ഒരുത്തം വന്നിട്ട് ആ ബാഗൊക്കെ ചെക്ക് ചെയ്തു. അതിൽ പൈസയാണുള്ളത് എന്ന കാര്യം കൺഫേം ചെയ്യുകയും ചെയ്തു. അതിനെ തുടർന്ന് റൈഡർ ഇപ്പം ഗാർബറിന്റെ അടുത്ത് ആ ബോഗിയിലേക്ക് കയറാൻ പറയാണ്. അയാളാണെങ്കിൽ ഇതുപോലെ ചെയ്യുകയും ചെയ്തു. അങ്ങനെ റൈഡർ ഗാർബറിനെയും കൊണ്ട് പോകുന്നത് ആ ലോക്കർ റൂമിലേക്കാണ്. എന്നിട്ട് നീ ഈ വണ്ടി ഇവിടുന്ന് ഓടിച്ചോണ്ട് പോകണം എന്നാണ് റൈഡർ പറയുന്നത്. അതിൽ നിന്നും അപ്പൊ ഈ വണ്ടി ഓടിക്കാനാണ് അയാൾ തന്നോട് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് എന്ന കാര്യം ഗാർബറിന് മനസ്സിലായി. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് അയാൾ ആ വണ്ടി അവിടുന്ന് ഓടിച്ചോണ്ട് പോകാൻ തുടങ്ങി. അവർ ആ ട്രെയിൻ അവിടുന്ന് എടുത്തോണ്ട് പോകുന്ന കാണുമ്പോൾ ബാക്കിയുള്ള പോലീസുകാർക്ക് ടെൻഷനായി. ഇനി എന്താണ് ഇവർ അടുത്തായിട്ട് പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്ന കാര്യം അവർക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്ത് എത്തിക്കഴിയുമ്പോൾ റൈഡറിന്റെ നിർദ്ദേശപ്രകാരം ഗാർബർ വണ്ടി നിർത്തി. അതിനെ തുടർന്ന് എല്ലാവരും പൈസയുമായിട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. മാത്രമല്ല അവർ ഗാർബറിനെയും കൂടെ കൂട്ടുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം അവർ അവിടെ ഇരിക്കുന്ന ഒരു ബട്ടണിൽ ഞെക്കിയിട്ട് പൈലറ്റ് ഇല്ലാതെ ആ വണ്ടി മുന്നോട്ട് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ ആ വണ്ടി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഒരു ടണലിലേക്ക് പോകാനുള്ള വഴിയാണ് റൈഡർ ഇപ്പോൾ ഗാർബറിന്റെ അടുത്ത് ചോദിക്കുന്നത്. മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഗാർബർ അതും അവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഗാർബറിന്റെ കൂടെ അവർ ആ ടണലിന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. ഈ സമയം ട്രെയിൻ ആണെങ്കിൽ പൈലറ്റ് ഇല്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിലാണ് പോകുന്നത്. ആൾക്കാരാണെങ്കിൽ പേടിച്ച് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയവും ഗാർബറും കൂട്ടരും ആ റെയിൽപാളത്തിലൂടെ മുന്നോട്ട് നടക്കുകയാണ്. അതിനിടയിലാണ് 2 ട്രെയിൻ അതിലെ പാസ് ചെയ്യുന്നത്. ആ 2 ട്രെയിനിന്റെ നടുവിലായിട്ടാണ് ഇവരെല്ലാവരും നിൽക്കുന്നത്. നല്ല സ്പീഡിൽ ആ ട്രെയിൻ പോയതുകൊണ്ട് അതിന്റെ കാറ്റ് തട്ടി അവരുടെ കയ്യിൽ നിന്ന് ഒരു ബാഗ് തെറിച്ചു വീണു. ഈ സമയം ഗാർബർ നോക്കുമ്പോൾ ആ തോക്കിരിക്കുന്ന ബാഗാണത്. അതുകൊണ്ട് തന്നെ അയാൾ വേഗം തന്നെ ആ ബാഗ് എടുക്കാൻ പോവാണെന്നുള്ള രീതിയിൽ നൈസായിട്ട് ചെന്നിട്ട് അതിനകത്ത് ആ തോക്കെടുത്തു. അങ്ങനെ അവർ പിന്നെ അവിടുന്ന് മുന്നോട്ട് നടക്കുകയാണ്. അതിനിടയിൽ ഒരു ട്രെയിനും കൂടെ അവരെ പാസ് ചെയ്ത് പോകുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ ആ ട്രെയിനിന്റെ മറ ഉപയോഗിച്ച് ഗാർബർ അവിടുന്ന് സ്കൂട്ടാവാണ്. ഗാർബർ അവിടെ നിന്ന് ഓടിക്കളഞ്ഞത് അവന്മാരും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവന്മാർ ഗാർബറിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ ട്രെയിൻ അതിലെ പോകുന്നുണ്ട് ഗാർബറിന് ഒരു വെടിയും കൊള്ളുന്നില്ല. അങ്ങനെ ട്രെയിൻ അവിടെ നിന്ന് പാസ് ചെയ്ത് പോയി കഴിയുമ്പോൾ അവന്മാർ വീണ്ടും ഗാർബറിനെ അവിടെ സെർച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അയാൾ കുറച്ച് അപ്പുറത്തായിട്ട് പതുങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരയാളെ കാണുന്നില്ല. അവർക്ക് ഇപ്പം അധികം സമയമില്ലാത്തതുകൊണ്ട് ഗാർബറിനെ വിട്ടിട്ട് അവരവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയം തന്നെ ആ ട്രെയിൻ ആണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ ഫോളോ ചെയ്തുകൊണ്ട് ഇപ്പോൾ പോലീസുകാരും വരുന്നുണ്ട്. ഈ സമയം ലോക്കോ പൈലറ്റ് ഇല്ലാതാണ് ആ ട്രെയിൻ പോകുന്നത് എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. മാത്രമല്ല ഇപ്പൊ ഹൈജാക്കേഴ്സിൽ ആരും തന്നെ ആ ട്രെയിനകത്തില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ സമയം ഗാർബർ ആണെങ്കിൽ ആ തോക്കും പിടിച്ചുകൊണ്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. ആ ഹൈജാക്കേഴ്സ് ഒക്കെ അതിനെ നടന്നു പോകുന്നത് അയാൾക്ക് കാണാനും പറ്റുന്നുണ്ട്. ഗാർബറിനാണെങ്കിൽ തോക്ക് ഉപയോഗിക്കാൻ അറിയത്തില്ല. അതുകൊണ്ട് തന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ് അയാൾ. അങ്ങനെ ഹൈജാക്കേഴ്സ് ഒക്കെ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഗാർബർ അവിടെ നടക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ആ റൈഡറും കൂട്ടരും ഒരു ഹോട്ടലിന്റെ അകത്തേക്ക് എത്തി. ആ ടണൽ വഴി പോയി കഴിഞ്ഞാൽ നേരെ ഈ ഹോട്ടലിന്റെ അകത്തേക്ക് പോകാൻ പറ്റും. അവരുടെ 3 പേരുടെ കയ്യിലും ഓരോരോ ബാഗ് ഉണ്ട്. അങ്ങനെ അവർ 3 പേരും 3 വഴിക്ക് പിരിയാണ്. ഈ സമയവും ആ ട്രെയിൻ ആണെങ്കിൽ വളരെ വേഗത്തിൽ മുന്നോട്ട് പോവാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ആർക്കും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എന്നാൽ അതിനിടയിലാണ് ആ ട്രെയിൻ തട്ടി ആ റെയിൽപാളത്തിലുള്ള ഒരു ലിവർ താഴുന്നത്. അതൊരു എമർജൻസി ബ്രേക്കിംഗ് ആയിരുന്നു. ഈ സിഗ്നലൊക്കെ തെറ്റിച്ചു വരുന്ന ട്രെയിൻ നിർത്താനുള്ള ഒരു പരിപാടിയാണത്. അങ്ങനെ പിടിച്ചു നിർത്തിയതുപോലെ ട്രെയിൻ പെട്ടെന്ന് സ്റ്റോപ്പായി. പെട്ടെന്ന് സ്റ്റോപ്പായതുകൊണ്ട് ആൾക്കാരൊക്കെ അതിനകത്തേക്ക് തന്നെ തെറിച്ചു വീഴുന്നുണ്ട്. എങ്കിലും ആർക്കും ഒരു കുഴപ്പവും പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ശരിക്കും സമാധാനത്തിൽ നിൽക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും ആ റൈഡർ ആണെങ്കിൽ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു ടാക്സി വിളിച്ചു.
എന്നിട്ട് അയാൾ ആ ടാക്സിയിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് ഗാർബർ അങ്ങോട്ട് വരുന്നത്. എന്നാൽ ഗാർബർ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അയാളാണെങ്കിൽ ആ ടാക്സി കയറി അവിടെ നിന്ന് പോവുകയും ചെയ്തു. എന്നാൽ ഗാർബർ അയാൾ വിടുന്നില്ല. അയാളിപ്പം ആ ടാക്സി കാറിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ റെയ്ഡറിന്റെ കൂട്ടത്തിലുള്ള ബാക്കി 2 ആൾക്കാരുണ്ടല്ലോ, അവരിപ്പോൾ ആ റോഡിലേക്ക് ഇറങ്ങി. എന്നാൽ ഈ സമയത്താണ് പോലീസുകാരൊക്കെ വന്നിട്ട് അവന്മാരെ 2 പേരെയും വളയുന്നത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ പോലീസുകാർ അവന്മാരെ 2 പേരെയും വെടിവെച്ചു കൊല്ലുകയാണ്. ഈ സമയവും ഗാർബർ ആണെങ്കിൽ ആ ടാക്സിയുടെ പുറകെ തന്നെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവരുടെ അടുത്തെത്താൻ പറ്റാത്തതുകൊണ്ട് ഗാർബർ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ അതിലെ വരുന്ന ഒരു കാറിന് കൈ കാണിച്ചു. എന്നിട്ട് ആ കാറും എടുത്തിട്ട് ആ ടാക്സിയെ ഫോളോ ചെയ്യുകയാണ്. അങ്ങനെ കുറെ പോയി ഗാർബർ ഇപ്പം ഒരു ട്രാഫിക് ബ്ലോക്കിലെത്തി. അതൊരു ബ്രിഡ്ജിന്റെ മുകളിലാണ്. അയാൾ ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ റെയ്ഡറിനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോകാൻ തുടങ്ങി. അങ്ങനെ കുറെ പോയി ഒരു സ്ഥലത്തെത്തുമ്പോൾ അയാൾ റെയ്ഡറിനെ കണ്ടു. ഗാർബർ ഉടനെ തന്നെ തോക്കെടുക്കുകയാണ്. ഗാർബർ തോക്കെടുത്ത് കാണുമ്പോൾ റെയ്ഡർ ആണെങ്കിൽ അവിടെ തന്നെ നിന്നു. ഈ സമയം ആ തോക്ക് ചൂണ്ടിക്കൊണ്ട് തന്നെ ഗാർബർ വേഗം റെയ്ഡറിന്റെ അടുത്തേക്ക് പോവാണ്. അതിനിടയിലാണ് കുറെ പോലീസുകാർ അങ്ങോട്ട് ഓടി വരുന്നത്. അത് കാണുന്ന റെയ്ഡർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ അപ്പൊ നീ തോക്കൊക്കെ ഉപയോഗിക്കുമല്ലേ, എന്നൊരു കാര്യം ചെയ്യ്, എന്നെ ഇപ്പൊ തന്നെ കൊല്ല്. നീ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പോലീസുകാർ എന്നെ കൊല്ലും, അതുകൊണ്ട് നീ തന്നെ അത് ചെയ്താൽ മതി എന്നാണ് റെയ്ഡർ പറയുന്നത്. എന്നാൽ ഗാർബർ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും അറിയാതെ നിൽക്കുകയാണ്. കാരണം അയാൾക്ക് ഷൂട്ട് ചെയ്യാൻ അറിയത്തില്ല. ആ പോലീസുകാര് അവരുടെ അടുത്തേക്ക് വരുന്നത് നോക്കിയിട്ടാണ് അയാൾ നിൽക്കുന്നത്. എന്നാൽ പോലീസുകാരാണെങ്കിൽ അവരുടെ അടുത്തേക്ക് അടുക്കുന്നില്ല. ഈ സമയം റെയ്ഡർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിനക്കെന്താ എന്നെ കൊല്ലാനൊരു പ്ലാനും ഇല്ലേ? ഞാൻ 10 വരെ എണ്ണും, അതിനുള്ളിൽ നീ എന്നെ കൊന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെ വെടിവെച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് റെയ്ഡർ ഇങ്ങനെ എണ്ണാൻ തുടങ്ങി. എന്നാൽ ഈ സമയം ഗാർബർ പറയുന്നത്, ഇല്ല ഞാൻ ആരെയും കൊല്ലത്തില്ല, പോലീസുകാരും ഇങ്ങോട്ട് വരട്ടെ, അവരും നിന്നെ പിടിച്ചോളും എന്ന് പറഞ്ഞിട്ട് ഗാർബർ ആ പോലീസുകാരെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ പോലീസുകാരാണെങ്കിൽ അവരുടെ അടുത്തേക്ക് അടുക്കാതെ അവിടെ തന്നെ നിൽക്കുകയാണ്. അങ്ങനെ 10 വരെ എണ്ണിയിട്ടും ഗാർബർ ഷൂട്ട് ചെയ്യാത്ത കാണുമ്പോൾ റെയ്ഡർ പെട്ടെന്ന് അവന്റെ തോക്കെടുത്തു. എന്നാൽ അത് കണ്ടതും ഗാർബർ അവന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടുകൂടെ റെയ്ഡർ മരിച്ചു വീഴുകയും ചെയ്തു. അതൊക്കെ കണ്ട് ഗാർബറിന് ശരിക്കും വിഷമമുണ്ട്. കാരണം അയാൾ കാരണം ഇപ്പോൾ ഒരാൾ മരിച്ചല്ലോ. ഈ സമയത്താണ് അതിലൊരു ഹെലികോപ്റ്റർ വരുന്നത്. അതിനകത്തുണ്ടായിരുന്നത് ആ ക്യാം ആയിരുന്നു. ഇപ്പൊ റൈഡർ മരിച്ചത് കാണുമ്പോൾ ക്യാം ഇപ്പൊ ഗാർബറിനെ നോക്കിയിട്ട് ഒരു സല്യൂട്ട് കൊടുക്കുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചു. പോലീസുകാരൊക്കെ വന്നിട്ട് ആ റൈഡറിന്റെ ബോഡി അവിടെ എടുത്തുകൊണ്ട് പോയി. ഈ സമയം ഗാർബർ അവിടെ നിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് മേയർ അയാളെ കാണാൻ വരുന്നത്. മേയർ ഇപ്പം ഗാർബർ ഇപ്പൊ ചെയ്ത കാര്യത്തിന് അയാളുടെ അടുത്തൊരു താങ്ക്സ് പറയാണ്. അങ്ങനെ മേയറോടുള്ള സംസാരമൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത ട്രെയിൻ തന്നെ ഗാർബർ അയാളുടെ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ആ ട്രെയിനൊക്കെ ഇറങ്ങിയതിന് ശേഷം ഗാർബർ ഇപ്പം അയാളുടെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം അയാളുടെ ഭാര്യ നേരത്തെ പറഞ്ഞ കാര്യം അയാൾ മറന്നിട്ടില്ല. അതായത് ആ പാല് വാങ്ങിക്കേണ്ട കാര്യം. അതും സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് അയാളിപ്പോൾ വീട്ടിലേക്ക് പോകുന്നത്. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.